ഈദ് മുബാറക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈദ്, വിശുദ്ധ റമദാൻ മാസം അഥവാ നോയമ്പ് മാസം തീരുന്നത് പെരുന്നാൾ ആഘോഷിച്ചാണ്. ആ ദിവസമാണ് ഈദ്. ലോകമെമ്പാടും ഈദ് ആഘോഷിക്കുന്ന എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കും ഇന്ന് ഈദ് ആഘോഷിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈദ് സ്പെഷ്യൽ ലഞ്ചിൽ എന്തൊക്കെയുള്ളതെന്നല്ലേ? നല്ല കിടിലൻ ചിക്കൻ ബിരിയാണി ഉണ്ട്, നല്ല ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉള്ള ബിരിയാണിയും അതിൻ്റെ കൂടെ സാലഡും, പിന്നെ നെയ്ച്ചോറ്, പിന്നെ കപ്പയും ഇറച്ചിയും, പിന്നെ ബീഫ് പുലർത്തും, പിന്നെ ചിക്കൻ പൊള്ളിച്ചതും, നല്ല വാഴയിലേക്ക് പൊള്ളിച്ച ചിക്കൻ പൊള്ളിച്ചതും, പിന്നെ നല്ല മാംഗോ ജ്യൂസും, മാംഗോ ഫലൂഡയും, ഇപ്പം മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ മാംഗോ ഫലൂഡയും, പിന്നെ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള കുനാഫയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ എടുത്തേക്കുന്നത് ബിരിയാണി ആണ്, നല്ല ചിക്കൻ ബിരിയാണിയാണ്. ഈ ബിരിയാണി നല്ല ഫ്രൈ ചെയ്ത പീസാണ് കേട്ടോ. അപ്പൊ ഇച്ചിരി പീസും പിന്നെ കുറച്ച് സാലഡും ആ ചോറും ഒക്കെ കൂട്ടി ഒരു വായിച്ചു നോക്കാം അല്ലേ. അടിപൊളി. ആ റൈസിനൊക്കെ ഭയങ്കര ഫ്ലേവർ ഉണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്, കൊള്ളാം. സാധാരണ നമ്മൾ കഴിക്കുന്ന ബിരിയാണി പോലെയല്ല, മീൻസ് റൈസിനൊക്കെ ഭയങ്കര നല്ല ഫ്ലേവർ ഉണ്ട്. ഈ ഭയങ്കരമായ മസാല അല്ലെങ്കിലും ആ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മൾ ഫുഡെല്ലാം വാങ്ങിച്ചിരിക്കുന്ന പലാരത്തു നിന്നാണ് കേട്ടോ. അതായത് നമ്മുടെ കൊച്ചിയിലുള്ള പലാരം ട്രഡീഷൻസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ ഇതിന് ബിരിയാണി ഇല്ലാതെ എന്താല്ലേ, അപ്പൊ ഈ ബിരിയാണി ഞാൻ കഴിക്കട്ടെ. ചോറ് മാത്രമായിട്ട് കഴിക്കാം, അടിപൊളി. നമ്മുടെ ബിരിയാണി എല്ലാം കഴിച്ചു, അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പൊ അടുത്ത കോഴ്സ് നമുക്ക് കഴിക്കാം. നെയ്ച്ചോറും ചിക്കൻ പൊള്ളിച്ചതും പിന്നെ ബീഫ് പുലർത്തും. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ആ നെയ്ച്ചോറ് നല്ല സോഫ്റ്റ് നെയ്ച്ചോറാണ്, ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന നെയ്ച്ചോറാണ്. ആദ്യം തന്നെ നെയ്ച്ചോറും ബീഫും കൂടെ വെക്കാം. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫ്. ബീഫ് പുലർത്ത് നമുക്ക് കുറച്ച് നെയ്ച്ചോറിന്റെ കൂട്ടി കഴിച്ചു നോക്കാം. മുഖം കാണുമ്പോഴേ അറിയാലോ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ആ ബീഫൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട്, നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ. എല്ലാ ബീഫും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ബീഫും അതുപോലെ തന്നെ നല്ല മസാല ഉണ്ട് കേട്ടോ. പുലർത്തിന്റെ നല്ല മസാല ഇട്ടിട്ട് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഉലർത്താണ് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ എന്താ പറയാ, പേര് മറന്നുപോയി പെട്ടെന്ന്, സോറി. ഗീ റൈസിന്റെ ആ ഗീയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഗീ റൈസ് ആണ് കേട്ടോ, സൂപ്പർ ആയിട്ടാണ്. ഇത് നമുക്ക് അടുത്ത ഐറ്റത്തിൽ പോവാം, അതായത് ചിക്കൻ പൊള്ളിച്ചത്. ചിക്കൻ പൊള്ളിച്ചത് കുറച്ചൊന്ന് എടുത്തു നോക്കാം. നല്ല വാഴയിലയിലൊക്കെ പൊതിഞ്ഞ ആയിരുന്നു കേട്ടോ. അപ്പൊ ചിലപ്പോൾ ആ വാഴയിലയുടെ ടേസ്റ്റും മണവും ഒക്കെ അടിക്കുന്നുണ്ട്. ആ മണം നമുക്ക് കിട്ടുന്നുണ്ട് വാഴയിലാണ്. ഇതൊന്നും കഴിച്ചു നോക്കാം. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ഈ അൽഫാമൊക്കെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലോട്ട്, ഒരു കേരള സ്റ്റൈലിലോട്ടൊക്കെ വന്ന എങ്ങനെയായിരിക്കും? ഏകദേശം അതാണ് സംഭവം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ചിക്കൻ പൊള്ളിച്ചത് കഴിക്കുന്ന ട്രിവാൻഡ്രത്ത് വെച്ചാൽ. ഇപ്പൊ ഇവിടെ പലാരത്തും കിട്ടും ചിക്കൻ പൊള്ളിച്ചത്. അപ്പൊ ചിക്കൻ പൊള്ളിച്ചത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ, കൊച്ചിയിലുള്ളവരാണെങ്കിൽ പലാരത്തു നിന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കഴിക്കട്ടെ.
അപ്പൊ നമ്മുടെ നെയ്ച്ചോറും ബീഫും ചിക്കൻ പൊള്ളിച്ചും ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഫുഡിലേക്ക് നമ്മൾ വന്നേക്കാണ്. ഇറച്ചിയും കപ്പയും, അതായത് നമ്മുടെ കപ്പ ബിരിയാണി. അവിടെ പറയുന്നത് ഇറച്ചിയും കപ്പയും എന്നാണ് കേട്ടോ. നല്ല കപ്പയുടെ നല്ല വെന്ത കപ്പയാണ് കേട്ടോ, സോഫ്റ്റ് വെന്ത കപ്പയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ബീഫിന്റെ ഒരു കഷ്ണവും എടുത്ത് കുറച്ച് കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. സാധാരണ എനിക്ക് കപ്പ ബിരിയാണി അല്ലെങ്കിൽ ഇറച്ചിയും കപ്പയൊന്നും അത്ര ഇഷ്ടമല്ലാത്തതാണ്, കാരണം ഭയങ്കര എരിവായിരിക്കും. പക്ഷെ ഇത് എരിവില്ല കേട്ടോ, നോർമൽ സ്പൈസ് ലെവലേ ഉള്ളൂ. ഓവറായിട്ട് എരിവൊന്നും ഇട്ടിട്ടില്ല, നോർമൽ സ്പൈസ് ലെവൽ. അതുകൊണ്ട് ഇത് കുട്ടികൾക്ക് വരെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കപ്പയും ബീഫും ഒക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഇച്ചിരി ജ്യൂസും കൂടെ ആയാലും. അപ്പൊ മാംഗോ സീസൺ ഒക്കെ അല്ലേ, കുറച്ച് മാംഗോ ജ്യൂസ് കുടിക്കാം. അടിപൊളി, സൂപ്പർ. സോ നമ്മുടെ ഫുഡെല്ലാം കഴിച്ചു, എല്ലാം അടിപൊളിയായിരുന്നു, ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ, എല്ലാം സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡെസേർട്ടിലോട്ട് പോകാം. അപ്പൊ ആദ്യം നമുക്ക് കുനാഫ കഴിച്ചു നോക്കാം. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പനമ്പള്ളി നഗറിലുള്ള കുനാഫ വേൾഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാണ് സാധാരണ നല്ല കുനാഫയൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇത് ക്ലാസിക് കുനാഫയാണ്, ക്ലാസിക് ചീസ് കുനാഫ. ആദ്യം ഇതൊന്ന് മുറിച്ച് ചീസി ഇത് കണ്ടോ, കാണുന്നുണ്ടോ നിനക്ക്? ചീസി ഒക്കെ ആയിട്ടുള്ള കുനാഫ. നമുക്കിത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചീസ് ഉള്ള സ്ഥലത്തു നിന്ന് തന്നെ എടുത്തു നോക്കാം. നല്ല ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ഇച്ചിരി വലിയ ബൈറ്റ്സായി പോയോന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും കഴിച്ചു നോക്കാം. ചൂടുണ്ട് കേട്ടോ. എന്താ പറയാ, വായിൽ വെച്ച അറിഞ്ഞില്ല, അരിഞ്ഞുപോയി. സൂപ്പർ. അയ്യോ, നിങ്ങൾ കുനാഫ വേൾഡിൽ നിന്ന് കുനാഫ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കുനാഫാസ് ആണ്. ഇവൻ ക്ലാസിക് ചീസ് കുനാഫ അടിപൊളിയാണ്, ദി ബെസ്റ്റ് കുനാഫ, സൂപ്പർ. ആ ചീസൊക്കെ കണ്ടോ, അതിന്റെ ആ ഷുഗർ സിറപ്പും ആ മുകളിലുള്ള ആ സേമിയയുടെ ആ ക്രിസ്പ് ലെയറും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ കുനാഫ എല്ലാം കഴിച്ചു. ഇനി നമുക്ക് അടുത്ത ഡെസേർട്ടിലേക്ക് പോവാം. അതായത് ഫലൂഡയാണ് കേട്ടോ. നമ്മൾ ഫലൂഡ നേഷനിൽ നിന്ന് വാങ്ങിച്ച നല്ല അടിപൊളി കിഡിലൻ ഫലൂഡയാണ് കേട്ടോ. അത് ഇതെന്ന് പറയുന്നത് വാനില മാംഗോ ക്രഞ്ചി എന്നാണ് കേട്ടോ ഇതിന്റെ പേര്. അപ്പം ഈ ഫലൂഡ നേഷൻ വരുന്നത് കൊച്ചി എടപ്പള്ളിയിലാണ് കേട്ടോ. നമുക്കിത് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, മാംഗോ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. കുറച്ച് കഴിച്ചു നോക്കാം. ഐസ്ക്രീമിന്റെ എന്താ പറയണ്ടേ, അടിപൊളിയാണ്. ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഐസ്ക്രീമിന്റെ കാര്യങ്ങള് അടിപൊളിയാണ് കേട്ടോ. ആ വാനിലയും ആ മാംഗോയുടെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി. ഇടയ്ക്ക് ആ എന്തൊക്കെയോ ക്രഞ്ചി ഫീലിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് ലെയർ ഒക്കെ ആണെന്ന് തോന്നുന്നു, അടിപൊളിയായിട്ടുണ്ട്. ഈദായതുകൊണ്ട് വൈകുന്നേരം കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പൊ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ മീറ്റ് റോള്, ചിക്കൻ കട്ട്ലറ്റ്, ചിക്കൻ സമൂസ, ഉണ്ണക്കായ, ഒമാലി, പിന്നെ പഴംപൊരി, പരിപ്പുവട, മുളക് ബജി, മുട്ട ബജി, ഇതൊക്കെയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ജ്യൂസ്, നല്ല മാംഗോ ജ്യൂസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ്. ഈദ് സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് ആയിരുന്നു കേട്ടോ. ഒരു കിഡിലൻ അടിപൊളി ഈദ് സ്പെഷ്യൽ ലഞ്ച് ആയിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ആഘോഷിച്ചത്. പല സ്ഥലത്തും പല രീതിയിലുള്ള ആഘോഷങ്ങളായിരിക്കും, ഭയങ്കരമായ ആഘോഷങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈദ് ആഘോഷിച്ചതെന്ന് കമന്റിൽ പറയണേ.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫീഡ്ബാക്ക്സ് കമൻറ്റായി അറിയിക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.